ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്താണ് സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ ചേഞ്ചിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ആൻഡ് അതിന്റെ ഡെഫിനിഷൻസ്, ഈ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ്, ഈ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്ന മറ്റ് കോൺസെപ്റ്റുകൾ, അതുപോലെ തന്നെ തിയററ്റിക്കൽ അസംഷൻസ്, ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ്സിലൂടെ കിടക്കാം. അപ്പൊ മാറ്റം എന്ന് പറയുന്നത് അഥവാ ചേഞ്ച് എന്ന് പറയുന്നത് മനുഷ്യ സമൂഹങ്ങളില് അല്ലെങ്കിൽ മനുഷ്യ ജീവിതങ്ങളില് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഇല്ലാണ്ട് ഒരു സൊസൈറ്റിയും അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ലൈഫും എക്സിസ്റ്റഡ് ആകുന്നില്ല എന്നതാണ്. അപ്പോ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന എല്ലാ ചലനാത്മകതയും അല്ലെങ്കിൽ എല്ലാ മാറ്റങ്ങളും അത് സാമൂഹികമല്ല അഥവാ സോഷ്യൽ അല്ല എന്നതാണ്. നമുക്ക് ഇപ്പൊ പറയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ സാമൂഹിക മാറ്റം എന്നത് സമൂഹത്തിന്റെ ഘടന, അതായത് സൊസൈറ്റിയുടെ സ്ട്രക്ചർ, സമൂഹത്തിന്റെ ഒരു ഫങ്ഷൻ, പ്രവർത്തനം, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഡൈനാമിക്സ്, അതിന്റെ ചലനാത്മകത, ഇതിലെല്ലാം ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ സോഷ്യൽ ചേഞ്ച് അഥവാ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. The notion of change is omnipresent in human existence. However, not all change is social. In sociology, social change specifically refers to alterations in the structure, function, and the dynamics of the society. അപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയിലെ ഘടനയിലും അതിന്റെ പ്രവർത്തനത്തിലും അതിന്റെ ചലനാത്മകതയിലും ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ സാമൂഹിക മാറ്റം അഥവാ സോഷ്യൽ ചേഞ്ച് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന, അതായത് ഒരു വ്യക്തി കടന്നു പോകുന്ന മനുഷ്യ ജീവിതത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ മാറ്റങ്ങളുണ്ട്, വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട്. അപ്പൊ എല്ലാ മാറ്റങ്ങളൊന്നും അത് സാമൂഹിക മാറ്റമല്ല, മറിച്ച് സൊസൈറ്റിയുടെ ഘടനയിലും ഫങ്ഷനിലും ഡൈനാമിക്സിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇത് സാമൂഹിക മാറ്റങ്ങളായിട്ട് നിരീക്ഷിക്കുന്നത്. അപ്പൊ ഈ സാമൂഹ്യ മാറ്റത്തിന്റെ അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് ഒരു നമുക്കതൊന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതോ അല്ലെങ്കിൽ നമുക്ക് അത് പൂർണ്ണമായിട്ടുള്ളതോ ക്രമരഹിതമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുന്നതല്ല, പൂർണ്ണമായിട്ട് പ്രവചിക്കാൻ കഴിയുന്നതൊന്നുമല്ല സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. അത് നമുക്ക് സമൂഹത്തിനുള്ളിൽ ആന്തരികമായിട്ടുള്ള അതുപോലെ ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നതാവാം ഈ മാറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ജീവിതത്തിലെ ചെറിയ മാറ്റങ്ങളും അതുപോലെ തന്നെ മനുഷ്യർ ഉൾപ്പെടുന്ന സാമൂഹിക ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മാനദണ്ഡങ്ങളിലെ മൂല്യങ്ങളിലെ എല്ലാത്തിലെയും മാറ്റങ്ങളെയും നമുക്ക് സാമൂഹിക മാറ്റങ്ങളായിട്ട് നിർവചിക്കാം. അപ്പൊ ഇത്തരത്തില് വ്യക്തികൾ ഭാഗമാകുന്ന സമൂഹത്തിന്റെയും സാമൂഹിക ഗ്രൂപ്പിന്റെയും സാമൂഹിക സ്ഥാപനങ്ങളുടെയും മാനദണ്ഡങ്ങളിലെയും മൂല്യങ്ങളിലും എല്ലാം ഒരു പുനർനിർവചനം കൊണ്ടുവരാനായിട്ട് സാമൂഹിക മാറ്റം അഥവാ സോഷ്യൽ ചേഞ്ചിന് കഴിയുന്നു. അപ്പൊ സോഷ്യൽ ചേഞ്ച് ഈസ് നെയ്തർ റാൻഡം നോർ entirely predictable. It can emerge from internal shifts within the society or through external pressures. It encompasses minor modification in day-to-day life as well as larger-scale transformation that redefine institutions, norms and values. ഇപ്പൊ ഏത് കാലം തൊട്ട് അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന്റെ ഏത് കാലം തൊട്ടാണ് സാമൂഹിക മാറ്റം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് 19ാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള വ്യാവസായികവൽക്കരണം, അതുപോലെ പൊളിറ്റിക്കൽ റവല്യൂഷൻ, രാഷ്ട്രീയ വിപ്ലവം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ ചേഞ്ച് കൂടുതലും അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിന്, സാമൂഹിക മാറ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ആഫ്റ്റർ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ ശേഷം ഒരു 19ാം നൂറ്റാണ്ടില് നമ്മുടെ സോഷ്യോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന അഗസ്റ്റ് കോംറ്റെ, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകളായിട്ടുള്ള എമി ഡർക്കിൻ, കാൾ മാർക്സ് ഒക്കെ അവര് സാമൂഹിക മാറ്റത്തെ കുറിച്ചിട്ട് പഠിക്കുകയും സാമൂഹിക മാറ്റത്തെ കുറിച്ചുള്ള അവരുടേതായിട്ടുള്ള വീക്ഷണങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അപ്പൊ അഗസ്റ്റ് കോംറ്റെ പറയുന്നത് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു തിയോളജിക്കൽ സൊസൈറ്റിയിൽ നിന്ന്, ദൈവികമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് മെറ്റാഫിസിക്കൽ സ്റ്റേജിലോട്ടും അതിൽ നിന്ന് പിന്നെ ഒരു പോസിറ്റീവ് സ്റ്റേജിലോട്ടുമാണ് സമൂഹം എന്ത് ചെയ്തത്, പരിണമിക്കുന്നത് എന്നുള്ള തലത്തിലാണ് ആര് പറയുന്നത്, അഗസ്റ്റ് കോംറ്റെ സാമൂഹ്യ മാറ്റത്തെ കുറിച്ച് വീക്ഷിക്കുന്നത്. എന്നാൽ എം എ ഡർക്കിൻ പറയുന്നത് സൊസൈറ്റിയിൽ രണ്ട് തരം സോൾഡാരിറ്റി നിലനിൽക്കുന്നുണ്ട്. അതായത് ഓർഗാനിക് സോൾഡാരിറ്റി, മെക്കാനിക്കൽ സോൾഡാരിറ്റി. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റിയിലെ ഓർഗാനിക് സോൾഡാരിറ്റി, അതുപോലെ മെക്കാനിക്കൽ സോൾഡാരിറ്റി, അതായത് മോഡേൺ ആയിട്ടുള്ള സമൂഹം ഒരു ഓർഗാനിക് സോൾഡാരിറ്റി, മെക്കാനിക്കൽ സോൾഡാരിറ്റി, ഓർഗാനിക് സോൾഡാരിറ്റി, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എം എ ഡർക്കിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെന്ന് എം എ ഡർക്കിൻ പറഞ്ഞു. അതുപോലെ കാൾ മാർക്സ് സാമൂഹിക മാറ്റത്തെ വീക്ഷിക്കുന്നത് അത് ക്ലാസ് സ്ട്രഗിളിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ക്ലാസ് കോൺഫ്ലിക്റ്റുകളിലൂടെ സമൂഹത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. അതായത് ഒരു ഹിസ്റ്റോറിക്കൽ ഡയറക്ടിസം അതുപോലുള്ള കോൺസെപ്റ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്ലാസ് സ്ട്രഗിൾ, ക്ലാസ് വാറിലൂടെയൊക്കെയാണ് അദ്ദേഹം സാമൂഹിക മാറ്റത്തെ കുറിച്ച് വീക്ഷിച്ചത്.
ഇത്തരത്തില് പലതരത്തിലുള്ള കോൺസെപ്റ്റുകൾ സാമൂഹ്യ മാറ്റത്തെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട് ആ ഒരു 19ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് സാമൂഹ്യ മാറ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് കൂടുതൽ ഒരു എമർജൻസി ഉണ്ടായതും കൂടുതൽ ഒരു പ്രാധാന്യം ഉണ്ടായത്. അപ്പൊ സോഷ്യൽ ചേഞ്ച് ഈസ് neither random nor entirely predictable. It can emerge from internal shifts within the society or through external pressures. It encompasses minor modification in day-to-day life as well as large-scale transformation that redefine institution, norms and values. എന്നുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. സോഷ്യൽ ചേഞ്ചിനെ കുറിച്ചിട്ട് പല സോഷ്യോളജിസ്റ്റുകളും പലതരത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ചില ഡെഫിനിഷൻസുകളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഗില്ലിൻ ആൻഡ് ഗില്ലിന്റെ ഡെഫിനിഷനാണ്. അപ്പൊ ഗില്ലിൻ ആൻഡ് ഗില്ലിൻ പറയുന്നത് ഭൂമിശാസ്ത്രപരമോ അതുപോലെ സാംസ്കാരികമോ ജനസംഖ്യാപരമായോ ആയിട്ടുള്ള കാരണങ്ങളാൽ സ്വീകാര്യമായ ജീവിത രീതികളിലെ വ്യതിയാനങ്ങളെയോ പരിഷ്കാരങ്ങളെയോ ആണ് നമ്മൾ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. എന്താണ്? ഭൂമിശാസ്ത്രപരമോ സാംസ്കാരികമോ ജനസംഖ്യാപരമോ ആയ കാരണങ്ങളാൽ സ്വീകാര്യമായ വ്യക്തികളുടെ ജീവിത രീതികളിലെ വ്യതിയാനങ്ങളെയോ പരിഷ്കാരങ്ങളെയോ ആണ് നമ്മൾ സാമൂഹിക മാറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ സോഷ്യൽ ചേഞ്ച് refers to variation in or modification of the accepted modes of life, whether due to geographical, cultural or demographic reasons എന്നാണ് ഗില്ലിൻ ആൻഡ് ഗില്ലിൻ സോഷ്യൽ ചേഞ്ച് എന്ന കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. എം ഗിൻസ്ബർഗിന്റെ അഭിപ്രായത്തില് അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് എ ചേഞ്ച്. സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു മാറ്റമാണ്. ദ സോഷ്യൽ സ്ട്രക്ചർ വിച്ച് ഇൻക്ലൂഡ് ദ സൈസ് ഓഫ് സൊസൈറ്റി, കമ്പോസിഷൻ ആൻഡ് ദ ബാലൻസ് ഓഫ് ഇറ്റ്സ് പാർട്സ് ആൻഡ് ദ ടൈപ്പ് ഓഫ് ഇറ്റ്സ് ഓർഗനൈസേഷൻ. അതായത് സമൂഹത്തിന്റെ വലിപ്പം, സമൂഹത്തിന്റെ ഒരുപാട് പാർട്സുകളുണ്ട്. ആ പാർട്സുകളുടെ ഘടനകൾ, അതിന്റെ സന്തുലിതാവസ്ഥ, അതിന്റെ സംഘടനയുടെ അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ഓർഗനൈസേഷന്റെ, സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന സോഷ്യൽ ഓർഗനൈസേഷന്റെ ടൈപ്സ്, ഇതിനെയൊക്കെ എന്നിവ ഉൾക്കൊള്ളുന്ന സാമൂഹ്യ ഘടനയിലെ മാറ്റമാണ്, സോഷ്യൽ സ്ട്രക്ചറിലെ മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത് സാമൂഹ്യ മാറ്റമായിട്ട് ആര് കൺസിഡർ ചെയ്യുന്നത്? എം ഗിൻസ്ബർഗ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ കൊയ്ലിങ്ങിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ആളുകളുടെ ജീവിത രീതികളിലെ മാറ്റത്തെയാണ് നമ്മൾ സാമൂഹിക മാറ്റമായിട്ട് വീക്ഷിക്കുന്നത് എന്നാണ് കൊയ്ലിങ് ഡിഫൈൻ ചെയ്യുന്നത്. കൊയ്ലിങ് ഡിഫൈൻസ് ദാറ്റ് ഇറ്റ് ആസ് ചേഞ്ചസ് ഇൻ ദ ലൈഫ് പാറ്റേൺസ് ഓഫ് പീപ്പിൾ. ഓക്കെ, അപ്പൊ കൊയ്ലിങ്ങിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്ന സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് ആ വ്യക്തികളുടെ ജീവിത രീതിയിൽ ലൈഫ് പാറ്റേൺസിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് അദ്ദേഹം എന്തെന്ന് വീക്ഷിക്കുന്നത്? സാമൂഹ്യ മാറ്റമായിട്ട് വീക്ഷിക്കുന്നത്. മറ്റൊരു ഡെഫിനിഷൻ മാക്കേബർ ആൻഡ് പേജിന്റെ ഡെഫിനിഷൻ ആണ്. അപ്പൊ മാക്കേബർ ആൻഡ് പേജ് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള ഒരു എൻക്വയറിയിലെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങളിലെ മാറ്റമാണ് സോഷ്യൽ ചേഞ്ച് അഥവാ സാമൂഹ്യ മാറ്റം. അപ്പോ എന്താണ്? ഒരു സോഷ്യോളജിക്കൽ എൻക്വയറിയുടെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള സോഷ്യോളജിക്കൽ എൻക്വയറിയിലെ സാമൂഹികമായിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ്, സാമൂഹ്യ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് സാമൂഹിക മാറ്റമെന്ന് ആര് ഡിഫൈൻ ചെയ്യുന്നു? മാക്കേബർ ആൻഡ് പേജ് ഡിഫൈൻ ചെയ്യുന്നു. മാക്കേബർ ആൻഡ് പേജ് asserts that social change is the change in social relationships which are central to sociological inquiry. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില ഡെഫിനിഷൻസ് ആണ്. ഗില്ലിൻ ആൻഡ് ഗില്ലിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കി, ഗിൻസ്ബർഗിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കി, കൊയ്ലിങ്ങിന്റെ ഡെഫിനിഷൻ നോക്കി, മാക്കേബർ ആൻഡ് പേജിന്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പൊ ഈ ഡെഫിനിഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ എല്ലാ ഡെഫിനിഷൻസും അത്രയും കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഡെഫിനിഷൻസ് എടുത്തിട്ട് ഏതൊരു ഡെഫിനിഷൻ ആണോ നമ്മൾ പഠിക്കുന്നത് ആ ഡെഫിനിഷനിലെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോയിന്റ്സിനെ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനെ ആ ഒരു വ്യക്തികളുടെ ആരാണോ ആ ഡെഫിനിഷൻ കൊണ്ടുവന്നത് ആ വ്യക്തിയുടെ പേരുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കുക. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡെഫിനിഷൻസ് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അല്ലാണ്ട് എല്ലാം ഓരോ ഡെഫിനിഷൻസ് നമ്മൾ കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് സോഷ്യോളജിയിൽ പല കോൺസെപ്റ്റുകൾ പഠിക്കും. അപ്പൊ ഈ കോൺസെപ്റ്റുകളെല്ലാം തന്നെ ആ കോൺസെപ്റ്റുകളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പല ഡെഫിനിഷൻസ് പഠിക്കും. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി റിമെമ്പറബിൾ ആയിട്ട് നിങ്ങൾക്ക് മെമ്മറിയിൽ നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സോഷ്യൽ ചേഞ്ച് എന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെ കുറിച്ചിട്ടാണ്. അപ്പൊ സോഷ്യൽ ചേഞ്ചിന്റെ അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്നുള്ളത് നമുക്ക് നമ്മുടെ ഒരു ക്ലാസിക്കൽ സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള വിശകലനത്തിൽ നിന്ന് നമ്മൾ ഒരു ആധുനിക സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള വിശകലനത്തെ അടിസ്ഥാനമാക്കിയിട്ട് സാമൂഹിക മാറ്റത്തെ നമുക്ക് സാമൂഹ്യ മാറ്റത്തിന്റെ ചില സവിശേഷതകളെ നമുക്ക് നിർവചിക്കാവുന്നതാണ്. അത്തരത്തിൽ നമ്മൾ നിർവചിക്കാൻ കഴിയുന്ന സോഷ്യൽ ചേഞ്ചിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, കോസാലിറ്റി.
ഓക്കെ, അപ്പൊ എന്താണ് ഈ കോസുവാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു കാര്യകാരണമുണ്ട്. സാമൂഹിക മാറ്റത്തിന് എപ്പോഴും ഒരു കോസുവാലിറ്റി അഥവാ ഒരു കാര്യകാരണങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ എവറി സോഷ്യൽ ചേഞ്ച് ഇൻ ദ റിസൾട്ട് ഓഫ് സ്പെസിഫിക് കോസസ് ഓഫ് ഇന്ററാക്ടിങ് ഫാക്ടേഴ്സ്. അതായത് ഓരോ സാമൂഹിക മാറ്റവും പ്രത്യേക കാരണങ്ങളുടെയോ അല്ലെങ്കിൽ പരസ്പര പ്രവർത്തനങ്ങളുടെയോ ഘടകങ്ങളുടെയോ ഫലമായിട്ടാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാം. മറ്റൊരു സവിശേഷത സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ സോഷ്യൽ ചേഞ്ച് ഇറ്റ്സ് ഇൻവോൾവ് ട്രാൻസ്ഫോർമേഷൻ ഇൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നോംസ്, റിലേഷൻഷിപ്സ് ആൻഡ് വാല്യൂസ്. സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന സാമൂഹിക സ്ഥാപനങ്ങൾ, മാനദണ്ഡങ്ങൾ, ബന്ധങ്ങൾ, മൂല്യങ്ങൾ എന്നിവയിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് സോഷ്യൽ ചേഞ്ചിന് കഴിയും. അത്തരം ഒരു ഘടനയില് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ള ഒരു ഘടനയിലെ ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവരാൻ സാമൂഹിക മാറ്റത്തിന് കഴിയുന്നു. അത് സോഷ്യൽ ചേഞ്ചിന്റെ മറ്റൊരു സവിശേഷതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ആൻഡ് തേർഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പെർവേസീവ്നെസ് ആണ്. എന്താണ് പെർവേസീവ്നെസ്? അതായത് ചേഞ്ച് എന്ന് പറയുന്നത്, സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫിനോമിനൻ. അതായത് അത് നമുക്ക് കോമൺലി എല്ലാ സൊസൈറ്റിയിലും കാണാൻ കഴിയുന്നതാണ് സാമൂഹിക മാറ്റം എന്നുള്ളത്. അത് ഒരു സൊസൈറ്റിയും മാറ്റമില്ലാണ്ട് പോകുന്നില്ല, അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കാത്ത ഒരു സമൂഹവും നമുക്ക് നിലവിലില്ല എന്നുള്ളതാണ്. അത് മറ്റൊരു സവിശേഷതയാണ്. ആൻഡ് മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് റേറ്റ് വേരിയബിലിറ്റി. അതായത് ചില സാമൂഹിക മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത് സ്ലോലി സംഭവിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് സെക്യുലറൈസേഷൻ, അതായത് എന്താണ് മതേതരത്വം. ഓക്കെ, അതെന്ന് പറയുന്നത് അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന കാഴ്ചപ്പാട് അത് സ്ലോലി സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. നമുക്കറിയാം ട്രഡീഷണൽ സൊസൈറ്റിയിൽ, ഇന്ത്യൻ സൊസൈറ്റിയിൽ ജാതി മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളും വാല്യൂസും നോംസുകളൊക്കെ വളരെയധികം സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. എന്നാൽ ഇക്കാലഘട്ടത്ത് നമ്മുടെ മോഡേൺ ഇന്ത്യൻ സൊസൈറ്റി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്, നമ്മുടെ ട്രഡീഷണൽ സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റി, മോഡേൺ ഇന്ത്യൻ സൊസൈറ്റി വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ മതപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾക്കുള്ള ഒരു പ്രാധാന്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണും. ആ ഒരു സെക്യുലറൈസേഷനിലേക്ക് അല്ലെങ്കിൽ മതേതരത്വമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ രാജ്യത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ ആൾക്കാർ അല്ലെങ്കിൽ അത്തരം ഒരു കാഴ്ചപ്പാടിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് വളരെ കാലങ്ങൾ എടുത്തുകൊണ്ട് സംഭവിക്കുന്ന ഒരു മാറ്റമാണ്, വളരെ സ്ലോലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? എന്നാൽ ചില സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ട് സംഭവിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ടെക്നോളജിക്കൽ റെവല്യൂഷൻ. അതായത് സാങ്കേതികപരമായിട്ടുള്ള വിപ്ലവങ്ങൾ, സാങ്കേതിക വിദ്യയുടെ ഒരു വിപ്ലവം എന്നൊക്കെ പറയുന്നത് അത് റാപ്പിഡ്ലി സംഭവിക്കുന്ന ഒരു മാറ്റമാണ്, അല്ലെ? അതിന്റെ ഇൻഫ്ലുവൻസ്, ടെക്നോളജിക്കൽ റെവല്യൂഷന്റെ ഭാഗമായിട്ട് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ റാപ്പിഡ് ആയിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തില് സാമൂഹിക മാറ്റങ്ങളുടെ ഒരു റേറ്റ് എന്ന് പറയുന്നത് അത് വേരി ചെയ്തിരിക്കുന്നു. ചില മാറ്റങ്ങൾ എന്ന് പറയുന്നത് സ്ലോലി സംഭവിക്കാം, ചിലത് റാപ്പിഡ് ആയിട്ടും സംഭവിക്കാം. ഓക്കെ, മറ്റൊരു സവിശേഷത സോഷ്യൽ ചേഞ്ചിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് വാല്യൂ ന്യൂട്രൽ നാച്ചർ ആണ്. എന്താണ് വാല്യൂ ന്യൂട്രൽ നാച്ചർ? അതായത് സോഷ്യോളജിക്കലി സോഷ്യൽ ചേഞ്ച് ഈസ് സ്റ്റഡീഡ് വിത്തൗട്ട് അറ്റാക്കിംഗ് വാല്യൂ ജഡ്ജ്മെന്റ് ഓഫ് ഗുഡ് ഓർ ബാഡ്. അതായത് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് അത് സംഭവിക്കുന്നത് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് പറയുന്ന ഒരു വാല്യൂ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിലൊന്നുമില്ല. എന്നിരുന്നാലും however societies themselves often assess change based on cultural or ideological perspectives. അപ്പൊ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വാല്യൂ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അത് എന്ത് ശരി എന്ത് തെറ്റ് എന്നുള്ള ലെവലിലല്ല പോകുന്നതെങ്കിലും സാമൂഹിക മാറ്റങ്ങൾ മേലെ എന്താണ് ഒരു കൾച്ചറൽ ആൻഡ് ഐഡിയോളജിക്കൽ പെർസ്പെക്റ്റീവിനെ അടിസ്ഥാനപ്പെടുത്തി നിലനിൽക്കുന്നു. ഒരു വാല്യൂ ന്യൂട്രൽ നാച്ചർ സോഷ്യൽ ചേഞ്ചിനുണ്ട്. അത് സോഷ്യൽ ചേഞ്ചിന്റെ മറ്റൊരു സവിശേഷതയായിട്ട് നമുക്ക് പറയാം. ഒരു മൂല്യനിഷ്പക്ഷമായിട്ടുള്ള ഒരു സ്വഭാവം സോഷ്യൽ ചേഞ്ചിനുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ ചേഞ്ചിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെ കുറിച്ചിട്ടാണ്, അല്ലെ? അപ്പോ എന്തൊക്കെയാണ്? കോസുവാലിറ്റി, സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ, പെർവേസീവ്നെസ്, റേറ്റ് വേരിയബിലിറ്റി, വാല്യൂ ന്യൂട്രൽ നാച്ചർ, ഇതെല്ലാം സോഷ്യൽ ചേഞ്ചിന്റെ സവിശേഷതയാണ്. എന്താണ് സോഷ്യൽ ചേഞ്ച്? സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ആൻഡ് സോഷ്യൽ ചേഞ്ചിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തി ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന മറ്റു ചില കോൺസെപ്റ്റുകൾ കൂടിയുണ്ട്. സോഷ്യൽ എവല്യൂഷൻ, സോഷ്യൽ പ്രോഗ്രസ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇതുപോലുള്ള കോൺസെപ്റ്റുകൾ സോഷ്യൽ ചേഞ്ച് എന്ന കോൺസെപ്റ്റുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ഇത്തരം കോൺസെപ്റ്റുകളെ കുറിച്ച് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇതിലെ സോഷ്യൽ ചേഞ്ച് എന്താണെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. നെക്സ്റ്റ് സോഷ്യൽ എവല്യൂഷൻ. അപ്പൊ എന്താണ് സോഷ്യൽ എവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് സാമൂഹികമായിട്ടുള്ള ഒരു പരിണാമം. Derived from biological analogies, social evolution refers to a gradual process of internal structural differentiation and increasing complexity in society. അതായത് സമൂഹത്തിലെ ഇന്റേണൽ ആയിട്ടുള്ള ആന്തരികമായിട്ടുള്ള ഘടനാപരമായ വ്യത്യാസത്തിന്റെയും അതുപോലെ വർദ്ധിച്ചു വരുന്ന സൊസൈറ്റിയുടെ കോംപ്ലക്സിറ്റി സങ്കീർണതയുടെയും ക്രമാനുഗതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ സോഷ്യൽ എവല്യൂഷൻ, അതായത് സാമൂഹിക പരിണാമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
അതായത് ഒരു സൊസൈറ്റി പരിണമിക്കുന്നത് അത് ഒരു ക്രമാനുഗതമായിട്ട് എന്ത് ചെയ്യുന്നു, സൊസൈറ്റിയിലെ ഘടനയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാജുവൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പരിണാമം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സോഷ്യൽ എവല്യൂഷൻ എന്താ, സാമൂഹിക പരിണാമം എന്ന് പറയുന്നത് അതൊരു ഗ്രാജുവൽ പ്രോസസ് ആണ്. അപ്പോ സാമൂഹിക പരിണാമത്തെ കുറിച്ചിട്ട് പല സോഷ്യോളജിസ്റ്റുകളും പലതരത്തിലൊക്കെ ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ അത്തരം ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് ഹെർബർട്ട് സ്പെൻസർ, അതുപോലെ തന്നെ കോംഡയുടെ ഒക്കെ ഒരു കാഴ്ചപ്പാടുകളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും സാമൂഹിക പരിണാമത്തെ കുറിച്ചിട്ട്. ഓക്കെ, Herbert Spencer compares society to an organism that evolves from simple to complex form. അപ്പൊ ഹെർബർട്ട് സ്പെൻസർ അഭിപ്രായപ്പെടുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഓർഗാനിസം ആണ്. അതായത് വളരെ ലളിതമായിട്ടുള്ള ഒരു ഫോമിൽ നിന്ന് സങ്കീർണമായിട്ടുള്ള ഒരു ഫോമിലേക്ക് പരിണമിക്കുന്ന ഒരു ഓർഗാനിസം ആയിട്ടാണ് അദ്ദേഹം സൊസൈറ്റിയെ വീക്ഷിക്കുന്നത്. അത്തരത്തില് പല സോഷ്യോളജിസ്റ്റുകളും സൊസൈറ്റിയുടെ ഒരു സോഷ്യൽ എവല്യൂഷനെ കുറിച്ചിട്ട് പല അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അല്ലേ, സൊസൈറ്റിയുടെ ഒരു സോഷ്യൽ എവല്യൂഷൻ, അതായത് സാമൂഹ്യ പരിണാമത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി ആൻഡ് ഡയറക്ഷൻ. അതായത് സാമൂഹിക പരിണാമം എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ പ്രോസസ് ആണ്. അത് സൊസൈറ്റിയുടെ ഒരു തുടർച്ചയെയും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ദിശാബോധത്തെയും എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് സോഷ്യൽ എവല്യൂഷന്റെ ഒരു ഗുണമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. മറ്റൊന്ന്, ഇത് യൂഷ്വലി അസ്യൂംസ് ലീനിയർ ഡെവലപ്മെന്റ് ഫ്രം പ്രിമിറ്റീവ് ടു അഡ്വാൻസ്ഡ് ഫോം. സൊസൈറ്റിയുടെ ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ഒരു രൂപത്തിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രൂപത്തിലേക്കുള്ള ഒരു ഡെവലപ്മെന്റ് നമുക്ക് സോഷ്യൽ എവല്യൂഷന്റെ ഭാഗമായിട്ട് കാണാനായിട്ട് കഴിയും. അത് സോഷ്യൽ എവല്യൂഷന്റെ മറ്റൊരു ഗുണമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും സോഷ്യൽ എവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. അപ്പോ ഏർലി സോഷ്യൽ എവല്യൂഷനിസ്റ്റുകളായിട്ടുള്ള കോംടെ, സ്പെൻസർ അവരൊക്കെ അഭിപ്രായപ്പെടുന്നെന്ന് പറഞ്ഞാൽ അവരൊക്കെ മെയിൻലി ഡാർവിനിയൻ തിയറിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സാമൂഹിക പരിണാമത്തെ വീക്ഷിക്കുന്നത്. ഇപ്പൊ ഇവരുടെ കാഴ്ചപ്പാടുകളിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടെലിയോളജിക്കൽ അസംഷൻസ് എന്ന് പറയുന്നത്, ഇവർ പറയുന്നതെന്ന് വെച്ചാൽ കോംഡെ ആയിരുന്നാലും സ്പെൻസർ ആയിരുന്നാലും പറയുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഫോമിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിക്ക്, ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക്, ഒരു എന്താണ് അഡ്വാൻസ്ഡ് ഫോമിലേക്ക് എപ്പോഴും പരിണമിക്കപ്പെടുന്നു എന്നുള്ള തരത്തിലാണ് കോംഡെ, സ്പെൻസർ ഒക്കെ സാമൂഹ്യ പരിണാമത്തെ, സൊസൈറ്റിയുടെ പരിണാമത്തെ കുറിച്ച് വീക്ഷിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്നൊരു ക്രിറ്റിസിസവും പറയുന്നുണ്ട്. ഓക്കെ, അതായത് മോഡേൺ സോഷ്യോളജിസ്റ്റ് ആർഗ്യൂ ദാറ്റ് എവല്യൂഷനിസ്റ്റ് മോഡൽസ് often carry ethnocentric biases is measuring non-Western societies against European standards. ഓക്കെ, അതായത് എല്ലാ സമൂഹവും അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് മാത്രമല്ല ഉണ്ടാകുന്നത്. ഈ ഹെർബർട്ട് സ്പെൻസറും കോംഡെ ഒക്കെ പ്രധാനപ്പെട്ട സോഷ്യൽ എവല്യൂഷനിസ്റ്റുകളാണ്. ഇവര് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോമിലേക്ക്, ഒരു പോസിറ്റീവ് തലത്തിലേക്ക് സമൂഹം പരിണമിക്കപ്പെടുന്നു എന്നാണ് ഇവർ പറയുന്നത്. എപ്പോഴും അങ്ങനെയല്ല, എല്ലാ സമൂഹത്തിലും അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്നവരും ഉണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ ചേഞ്ചുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് സോഷ്യൽ പ്രോഗ്രസ്. അപ്പോൾ പരിണാമത്തിൽ നിന്ന് അല്ലെങ്കിൽ എവല്യൂഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുരോഗതി എന്ന് പറയുന്നത് നോർമാറ്റീവ് ആണ്, അതായത് മാനദണ്ഡപരമാണ്. അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്ലൈസ് ദാറ്റ് ചേഞ്ച് ഈസ് നോട്ട് ഓൺലി ഡയറക്ഷണൽ ബട്ട് ആൾസോ ഡിസൈറബിൾ. അതായത് മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു സോഷ്യൽ പ്രോഗ്രസിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ സാമൂഹിക പുരോഗതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷണൽ അല്ല, ഓൺലി ഡയറക്ഷണൽ അല്ല, മറിച്ച് അത് ഒരു ഡിസൈറബിൾ കൂടിയാണ് എന്നാണ് പറയുന്നത്. അത് അഭികാമ്യമായിട്ടുള്ള ഒന്നാണ്. സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് അഭികാമ്യമാണ് എന്നാണ്. സാമൂഹിക പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ മാറ്റം എന്ന് പറയുന്നത് അഭികാമ്യമായിട്ടുള്ള ഒന്നുകൂടിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇറ്റ് റിഫ്ലക്ട്സ് ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ ഹ്യൂമൻ കണ്ടീഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് വാല്യൂസ്. ഇപ്പൊ സോഷ്യൽ പ്രോഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യാവസ്ഥകൾ, അതുപോലെ തന്നെ മനുഷ്യർ ഉൾപ്പെടുന്ന സോഷ്യൽ ഗ്രൂപ്പ്, സോഷ്യൽ സ്ഥാപനങ്ങൾ, അതുപോലെ ഹ്യൂമൻ കണ്ടീഷൻസ്, അവരുടെ ഫോളോ ചെയ്യുന്ന മൂല്യങ്ങൾ, ഇതിലെല്ലാം ഉണ്ടാകുന്ന പുരോഗതി അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റിനെയാണ് നമ്മൾ സോഷ്യൽ പ്രോഗ്രസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സോഷ്യൽ പ്രോഗ്രസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻക്രീസ് ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ ലെവൽ, അതായത് സാക്ഷരതാ നിലവാരവും വിദ്യാഭ്യാസ നിലവാരവും വർദ്ധിപ്പിക്കുക. അത് സാമൂഹിക പുരോഗതിയെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പുരോഗതിയെ സാധ്യമാക്കുന്ന കാര്യമാണ്. അത് സോഷ്യൽ പ്രോഗ്രസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. മറ്റൊന്ന് എക്സ്റ്റൻഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളുടെ വിപുലീകരണം, അതും സോഷ്യൽ പ്രോഗ്രസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ആൻഡ് ബെറ്റർ ഹെൽത്ത് കെയർ സിസ്റ്റം, മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും സോഷ്യൽ പ്രോഗ്രസ്, സാമൂഹിക പുരോഗതിയെ എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു. ഇപ്പൊ സോഷ്യൽ പ്രോഗ്രസിനുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെല്ലാം കൺസിഡർ ചെയ്യാം. ഓക്കെ,
However, what is considered progress can vary. A move towards secularism may be viewed as progressive in one society as regressive in another. ഇപ്പൊ പുരോഗതി എന്ന് പറയുമ്പോൾ പുരോഗതി എന്ന് കണക്കാക്കുന്നത് അത് ചില വ്യത്യാസങ്ങൾക്ക് വിധേയമാണ്. അത് പലതരത്തില് വേരി ചെയ്യുന്നു സോഷ്യൽ പ്രോഗ്രസ് എന്ന് നമുക്ക് പറയാം. ഇപ്പോ മതേതരത്വത്തിലുള്ള ഒരു നീക്കത്തെ ഒരു സമൂഹത്തിന്റെ പുരോഗമനപരമായി മറ്റൊരു സമൂഹത്തിൽ അത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായിട്ടുള്ള രീതിക്ക് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഇപ്പോ സെക്യുലറിസം അഥവാ മതേതരത്വം എന്ന് പറയുന്ന ചില സൊസൈറ്റിയിൽ അത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കാം കൊണ്ടുവരുന്നത്. ചില സൊസൈറ്റിയിൽ അത് റിഗ്രസീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കാം കൊണ്ടുവരുന്നത്. അപ്പോൾ അത്തരത്തിൽ പലതരത്തിൽ നമുക്ക് സോഷ്യൽ പ്രോഗ്രസിനെ, സാമൂഹ്യ പുരോഗതിയെ വീക്ഷിക്കാനായിട്ട് കഴിയും. സോഷ്യൽ ചേഞ്ചുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് സോഷ്യൽ ഡെവലപ്മെന്റ്സ്. അതായത് മനുഷ്യക്ഷേമവും സാമൂഹ്യ പ്രവർത്തനവും മെച്ചപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള വിശാലവും ആസൂത്രിതവുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് സാമൂഹിക വികസനം അഥവാ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് നമുക്ക് പറയാം. Okay, so social development is a broader, deliberate and planned process aimed at enhancing human welfare and societal functioning. അപ്പൊ സോഷ്യൽ ഡെവലപ്മെന്റിനകത്ത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് അപ്ലിഫ്റ്റ്മെന്റ്സ്, സോഷ്യൽ ഡെവലപ്മെന്റ് സാമൂഹിക വികസനത്തിനകത്ത് ഉൾപ്പെടാം. അതായത് GDP ഗ്രോത്ത്, ഒരു രാജ്യത്തിന്റെ GDP വളർച്ച, പോവർട്ടി എലിവേഷൻസ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതൊക്കെ അതുപോലുള്ള എക്കണോമിക് അപ്ലിഫ്റ്റ്മെന്റ്സ്, സാമ്പത്തിക ഉന്നമനങ്ങളും സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള പരിവർത്തനങ്ങളും സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. കൾച്ചറൽ ട്രാൻസ്ഫോർമേഷന്റെ ഭാഗം. സാമൂഹിക നീതി, സോഷ്യൽ ഇക്വിറ്റി അതും എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അതായത് സൊസൈറ്റിയിൽ ഒരു നീതി ഉറപ്പുവരുത്തുക, വിവേചനം ഇല്ലാണ്ട് ഒരു ജെൻഡർ പാരിറ്റി, ലിംഗ സമത്വം ഉറപ്പാക്കുക, അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി സമത്വം കൊണ്ടുവരിക എന്നുള്ളതും സാമൂഹികമായിട്ടുള്ള വികസനത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, എന്താണ് പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുക, അതും സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ഓക്കെ അല്ലേ? And the important modern contribution to the concept came from international bodies like the United Nations, which in the 1994 World Summit on Social Development highlighted inclusive growth, participation and human dignity as key goals. അതായത് നമ്മുടെ 1995 കൊണ്ടുവന്നിട്ടുള്ള വേൾഡ് സമ്മിറ്റ്, അത് ഇന്റർനാഷണൽ ബോഡീസ് ഒക്കെ ഉൾപ്പെടുന്ന ലൈക് യുണൈറ്റഡ് നേഷന്റെ ഇന്റർനാഷണൽ ബോഡീസ് ഒക്കെ ഉൾപ്പെടുന്ന വേൾഡ് സമ്മിറ്റ്സിലൂടെയൊക്കെ സോഷ്യൽ ഡെവലപ്മെന്റ്സിനെ ഹൈലൈറ്റ് ചെയ്തിരുന്നു. അതായത് ഇതിലൂടെയൊക്കെ ഇൻക്ലൂസീവ് ഗ്രോത്തും ഹ്യൂമൻ ഡിഗ്നിറ്റിക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഡെവലപ്മെന്റ് ആണ് ഫോക്കസ് ചെയ്തിരുന്നത്. സോ അത്തരത്തിൽ സാമൂഹിക ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു വികസനം എന്ന് പറയുന്നത് വളരെ ഫോക്കസീവായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒന്നാണ്. ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നാണ് ഈ ഒരു ആശയത്തിന് കൂടുതലും എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ആശയത്തിന്റെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ ഗ്രോത്തിന് സംഭാവനകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. Okay, അപ്പോൾ notably MS Gure framed the social development as integrating 5 dimensions. MS Gure പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക വികസനം എന്ന് പറയുന്നത് അതിന് പ്രധാനമായിട്ട് 5 ഡിമെൻഷൻസുകൾ ചേർന്നുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് സാമൂഹിക വികസനം എന്നാണ് പറയുന്നത്. ആ 5 ഡിമെൻഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എക്കോണമിക്, കൾച്ചറൽ, പൊളിറ്റിക്കൽ, എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ. അപ്പൊ ഈ ഒരു 5 ഡിമെൻഷൻസിന്റെ ഒരു ഇന്റഗ്രേറ്റിംഗ് ആണ് സാമൂഹിക വികസനത്തിനകത്ത് കാണാൻ കഴിയുന്നത്. അത് ഈ ഡിമെൻഷൻസുകൾ എന്താണ്, ഇത് ഹ്യൂമൻ വെൽബീയിങ്ങിനെ എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് MS Gure എന്ത് ചെയ്യുന്നത്, അഭിപ്രായപ്പെടുന്നത്. സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ നോക്കി. അപ്പൊ ഈ കോൺസെപ്റ്റുകൾ തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഈ ടേബിൾ വൈസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ എവല്യൂഷൻ, സോഷ്യൽ പ്രോഗ്രസ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇതിന്റെ ഒരു കമ്പാരിസൺ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, അല്ലെ, നിഷ്പക്ഷമായിട്ടുള്ള ഒരു കാര്യം. സോഷ്യൽ എവല്യൂഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു കാര്യം. സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് മാനദണ്ഡപരമാണ്, നോർമാറ്റീവ് ആണ്. ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, അത് മൾട്ടി ഡൈമെൻഷണൽ ആണ് എന്നൊക്കെ പറയാം. സോഷ്യൽ ചേഞ്ചിന്റെ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ വാല്യൂ ന്യൂട്രൽ ആണ്, അല്ലെങ്കിൽ മൂല്യ നിഷ്പക്ഷമാണ് നമുക്ക് പറയാം. അത് ഗുഡ് ഓർ ബാഡ് എന്നൊരു വിലയിരുത്തലിനേക്കാൾ കൂടുതലായിട്ട് ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ് വാല്യൂ ന്യൂട്രൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് വാല്യൂ ന്യൂട്രൽ ആണ്. എന്നാൽ സോഷ്യൽ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഓഫൻ ഇംപ്രസീവ് പ്രോഗ്രസ്. സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ വാല്യൂ ലാഡൺ ആണ്. അതുപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെന്റും വാല്യൂ ലാഡൺ ആണ് നമുക്ക് പറയാം. സോഷ്യൽ ചേഞ്ച് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ ഫങ്ഷണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഘടനാപരവും പ്രവർത്തനപരവുമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ സോഷ്യൽ എവല്യൂഷൻ സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി,
അതായത് ഘടനാപരമായിട്ടുള്ള സങ്കീർണതയാണ് സാമൂഹിക പരിണാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ ഡിസൈറബിൾ ഇംപ്രൂവ്മെന്റ്, നമ്മുടെ ഡിസൈറബിൾ ആയിട്ടുള്ള അർഹമായിട്ടുള്ള പുരോഗതിയാണ് സോഷ്യൽ പ്രോഗ്രസ്സിലൂടെ സാധിക്കുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റിലൂടെ ഫോക്കസ് ചെയ്യുന്നത് ഹോളിസ്റ്റിക് ഹ്യൂമൻ വെൽഫെയർ, മനുഷ്യക്ഷേമത്തെയാണ്, സമഗ്രമായിട്ടുള്ള മനുഷ്യക്ഷേമത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ ഷിഫ്റ്റ് ഫ്രം മൊണാർക്കി ടു ഡെമോക്രസി, ഒരു മൊണാർക്കിക്കൽ സ്റ്റേറ്റിൽ നിന്ന് ഡെമോക്രസിയിലേക്കുള്ള ഒരു ഷിഫ്റ്റ്, അത് സോഷ്യൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ ആണ്. ഫ്രം ട്രൈബൽ ടു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, അതായത് ട്രൈബൽ സൊസൈറ്റിയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്കുള്ള ഒരു മാറ്റം, അത് സോഷ്യൽ എവല്യൂഷൻ, സാമൂഹിക പരിണാമത്തിന് ഉദാഹരണമാണ്. സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ആൻഡ് ഫാന്റസി, അതൊക്കെ സോഷ്യൽ പ്രോഗ്രസിന് ഒരു ഉദാഹരണമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ പുരോഗതിക്ക് ഉദാഹരണമായിട്ട് പറയാം. ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീംസുകളൊക്കെ സാമൂഹിക വികസനത്തിന് വേണ്ടി കൊണ്ടുവരുന്നതാണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ പഠിച്ച കോൺസെപ്റ്റുകളുടെ ഒരു കമ്പാരിസൺ ആണ് ഈ ഒരു ടേബിൾ വൈസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഈ ഒരു ടേബിളിലൂടെ കൊടുത്തിരിക്കുന്നത്. നോക്കുന്നത് സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ്. എങ്ങനെയാണ് സാമൂഹിക മാറ്റം സാധ്യമാകുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട്, അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച്, സാമൂഹിക മാറ്റം സംഭവിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യകാരണങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായി നിരവധി സോഷ്യോളജിസ്റ്റുകൾ സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെടുത്തി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ വീക്ഷണങ്ങൾ, ആ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അവരുടെ പഠനങ്ങൾ ഒരു സൈദ്ധാന്തിക വീക്ഷണങ്ങളായിട്ട് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തില് സാമൂഹ്യ മാറ്റത്തിലുണ്ടായ കാരണങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ ചില സൈദ്ധാന്തികമായിട്ടുള്ള അല്ലെങ്കിൽ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിലേക്ക് വെച്ചു. അങ്ങനെ പ്രധാനമായും സാമൂഹ്യ മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങളെ എവല്യൂഷണറി പെർസ്പെക്റ്റീവ്സ് എന്നും സൈക്ലിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്നും സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്നും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്സ് എന്നും എന്നിങ്ങനെ 4 തരത്തിൽ നമുക്ക് അല്ലെങ്കിൽ 4 തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ മാറ്റത്തിലുണ്ടായ കാര്യകാരണങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, പിന്നെ ഓരോ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ എവല്യൂഷണറി പെർസ്പെക്റ്റീവ് ആണ്. എവല്യൂഷണറി പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ 19th സെഞ്ചുറിയിൽ 19ാം നൂറ്റാണ്ടിലെ കാലഘട്ടത്തിൽ നമ്മുടെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു ബയോളജിക്കൽ എവല്യൂഷനെ ഡാർവിന്റെ തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സമൂഹത്തിന്റെ പരിണാമവും അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റവും സംഭവിക്കുന്നത് ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നിന്ന്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഫോമിൽ നിന്ന് സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് സൊസൈറ്റി എന്ത് ചെയ്യപ്പെടുന്നു, പരിണമിക്കുന്നു. അങ്ങനെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിക്ക്, പോസിറ്റീവ് ആയിട്ടുള്ള രീതിക്ക് സൊസൈറ്റി പരിണമിക്കുന്നു എന്ന് ദ്രാവിഡിയൻ തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള വ്യക്തികളാണ് അഗസ്റ്റ് കോംഡെ, ഹെർബർട്ട് സ്പെൻസർ, എം എ ഡർക്കിൻ, ലെവിസ് കൺട്രി, മോർഗാറ്റ്. ഓക്കെ, അപ്പൊ ഈ എവല്യൂഷണറി പെർസ്പെക്റ്റീവിസ്റ്റുകൾ ആരൊക്കെയാണ്? അഗസ്റ്റ് കോംഡെ, ഹെർബർട്ട് സ്പെൻസർ, എം എ ഡർക്കിൻ, ലെവിസ് കൺട്രി, മോർഗൻ, ഇവരൊക്കെയാണ്. അപ്പൊ ഇവരുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഇവരുടെ വീക്ഷണങ്ങൾ മെയിൻലി ഡാർവിന്റെ തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷന്റെ അടിസ്ഥാനത്തില് ഈ ഇവല്യൂഷനിസ്റ്റുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഫോം, ലളിതമായിട്ടുള്ള ഒരു പ്രിമിറ്റീവ് ഫോമിൽ നിന്ന് സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോം, അതായത് കുറെ കൂടി സങ്കീർണമായിട്ടുള്ള ഒരു ഫോമിലേക്ക് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക്, അങ്ങനെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിക്ക്, പോസിറ്റീവ് ആയിട്ടുള്ള രീതിക്ക് പരിണമിക്കുന്നു എന്നാണ് ഈ എവല്യൂഷനിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ ഈ എവല്യൂഷനിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ എവല്യൂഷനിസ്റ്റുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ ഒരു മാറ്റം, അത് ആ ഒരു പരിണാമം എന്ന് പറയുന്നത് അത് സ്ലോലി ഇങ്ങനെ സംഭവിക്കുന്നു. അത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് ആ ഒരു ഫിക്സഡ് സീക്വൻസസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുറച്ച് സങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ ഒരു ലളിതമായ ഘട്ടങ്ങളിൽ നിന്ന് സങ്കീർണമായിട്ടുള്ള ഒരു ഘട്ടങ്ങളിലേക്ക് ഒരു നിശ്ചിത ശ്രേണിയുടെ അടിസ്ഥാനത്തിലാണ് സമൂഹങ്ങൾ പുരോഗമിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള തരത്തിലാണ് എവല്യൂഷനിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ ഈ എവല്യൂഷനിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എവല്യൂഷനിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ പ്രധാനപ്പെട്ട കോർ പ്രിമൈസസ് എന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രഷൻ ആണ്. സൊസൈറ്റീസ് ഇവോൾവ് ഇൻ എ ഫിക്സഡ് സീക്വൻസ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് സ്റ്റേറ്റ്സ്. മറ്റൊന്ന് കണ്ടിന്യൂറ്റി, അതായത് സൊസൈറ്റിയിലെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പരിണാമം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് എവല്യൂഷനിസ്റ്റുകൾ പറയുന്നത്. അത് അവരുടെ ഒരു കോർ പ്രിമൈസ് ആയിട്ട് നമുക്ക് പറയാം. അതായത് മാറ്റം എന്ന് പറയുന്നത് സ്ലോലി സംഭവിക്കുന്നതും ഗ്രാജുവൽ ആയിട്ടുള്ളതും ക്യുമുലേറ്റീവുമാണ്. അവിടെ അപ്പൊ ഒരു തുടർച്ച എപ്പോഴും ഇങ്ങനെ കാണാനായിട്ട് കഴിയും എന്നാണ് ആര് പറയുന്നത്? എവല്യൂഷനിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ എവല്യൂഷനിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ മറ്റൊരു പ്രിമൈസസ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ആണ്. തേർഡ് വൺ ഡയറക്ഷണാലിറ്റി.
there is an implicit assumption of advancement or improvement in each stages. അതായത് ഓരോ ഘട്ടത്തിലും സൊസൈറ്റിയുടെ മാറ്റങ്ങളുടെ അല്ലെങ്കിൽ ഒരു പരിണാമത്തിലെ ഓരോ ഘട്ടത്തിലും പുരോഗതിയുടെയോ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റിന്റെയോ ഒരു വ്യക്തമായിട്ടുള്ള ഒരു അനുമാനം നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ഒരു ഡയറക്ഷണാലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ എവല്യൂഷനിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ മറ്റൊരു പ്രിമൈസ് എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. അത് ഈ വ്യത്യസ്തതയും സംയോജനവും നമുക്ക് സൊസൈറ്റിയുടെ ഒരു മാറ്റങ്ങളിലെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പൊ സോഷ്യൽ എവല്യൂഷൻ, സാമൂഹിക പരിണാമം എന്ന് പറയുന്നത് ഇൻവോൾവ്സ് ഇൻക്രീസിംഗ് സ്പെഷ്യലൈസേഷൻ ഓഫ് റോൾ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് സാമൂഹിക പരിണാമത്തില് സൊസൈറ്റൽ റോൾസുകൾക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന സ്പെഷ്യലൈസേഷൻ ഒക്കെ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറയും. അത്തരത്തിലുള്ള ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്നുള്ളതും എവല്യൂഷനിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ പ്രിമൈസ് ആയിട്ട് പറയാം. അപ്പോൾ എവല്യൂഷനിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ അടിസ്ഥാനത്തിൽ എവല്യൂഷനിസ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കോർ പ്രിമൈസസ് എന്താണ്, ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിന്റെ പ്രധാനപ്പെട്ട കോർ പ്രിമൈസസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് വൺ ലീനിയർ പ്രോഗ്രഷൻ, കണ്ടിന്യൂറ്റി, ഡയറക്ഷണാലിറ്റി, ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. നെക്സ്റ്റ് എവല്യൂഷനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട എവല്യൂഷനിസ്റ്റുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വക്താക്കൾ, ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ പ്രധാനപ്പെട്ട വക്താക്കളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞു കോംറ്റെ, സ്പെൻസർ, മോവർ, ഡർക്കീം, ഇവരൊക്കെ എന്താണ് പ്രധാനപ്പെട്ട എവല്യൂഷനിസ്റ്റ് ക്ലാസ് അല്ലെ പ്രധാനപ്പെട്ടവരെ കുറിച്ചിട്ട് നമ്മൾ ജസ്റ്റ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻസ് നമുക്ക് നോക്കാം. കോംറ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോംറ്റെ തിയറി നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പരിണാമത്തെ കുറിച്ച് അദ്ദേഹം ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സമൂഹം പരിണമിക്കുന്നത് അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യുന്നത്, സൊസൈറ്റിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായും 3 സ്റ്റേജസിലൂടെയാണെന്നാണ് സോഷ്യോളജിയുടെ ഫാദർ ആയിട്ടുള്ള അഗസ്റ്റ് കോംറ്റെ പറയുന്നത്. അതായത് തിയോളജിക്കൽ സ്റ്റേജിൽ നിന്ന് മെറ്റാഫിസിക്കൽ സ്റ്റേജിലേക്ക്, അവിടെ നിന്ന് പോസിറ്റിവിസ്റ്റിക് സ്റ്റേജിലോട്ട് സമൂഹം പരിണമിക്കുന്നു അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നു എന്നാണ് കോംറ്റെ പറയുന്നത്. മറ്റൊരു എവല്യൂഷനിസ്റ്റ് ആണ് സ്പെൻസർ. സ്പെൻസർ പറയുന്നത്, സ്പെൻസർ കമ്പയർഡ് സൊസൈറ്റി ടു എ ബയോളജിക്കൽ ഓർഗാനിസം ഇവോൾവിംഗ് ഫ്രം ഹോമോജിനിറ്റി ടു ഹെറ്ററോജെനിറ്റി. ഹെർബർട്ട് സ്പെൻസർ സൊസൈറ്റി ഒരു ബയോളജിക്കൽ ഓർഗാനിസം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് സാമൂഹിക പരിണാമം സൊസൈറ്റിയിലെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമിൽ നിന്ന് കുറച്ചുകൂടി ഒരു ഹോമോജനിറ്റിയിൽ നിന്ന് ഹെട്രോജനിറ്റിയിലേക്ക് എന്ത് ചെയ്യുന്നു, സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ഓർഗാനിസം എന്ത് ചെയ്യുന്നു, പരിണമിക്കുന്നു അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സിമ്പിൾ എന്നുള്ള രീതി, സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലോട്ട് സൊസൈറ്റി എന്ത് ചെയ്യപ്പെടുന്നു, മാറ്റപ്പെടുന്നു, പരിണമിക്കുന്നു എന്നാണ് ഹെർബർട്ട് സ്പെൻസർ പറയുന്നത്. And then Durkheim's contribution, he distinguished between mechanical solidarity, homogeneous and pre-industrial society, and mechanical solidarity. And organic solidarity. Organic solidarity എന്ന് പറയുമ്പോൾ നമ്മുടെ മോഡേൺ സൊസൈറ്റി ആണ്, കോംപ്ലക്സ് ആയിട്ടുള്ള ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള സമൂഹത്തെയാണ് അദ്ദേഹം ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റോട് ഉൾപ്പെടുത്തിയിരിക്കും. സമൂഹം മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ നിന്ന് ഓർഗാനിക് സോളിഡാരിറ്റിയിലേക്ക് എത്തപ്പെട്ടു. അപ്പൊ ആ ഒരു മാറ്റത്തെ കുറിച്ച്, ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു ചേഞ്ചസിനെ കുറിച്ച് ഡർക്കെയിം അദ്ദേഹത്തിന്റെ ഈ സോളിഡാരിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ പ്രധാനപ്പെട്ട എവല്യൂഷനിസ്റ്റുകളാണ്. ഇവരുടെ സാമൂഹിക മാറ്റത്തെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വീക്ഷിച്ചവരാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫോമിൽ നിന്ന് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫോമിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോമിലേക്ക് സമൂഹം പരിണമിക്കുന്നു അല്ലെങ്കിൽ സാമൂഹിക മാറ്റങ്ങൾ സംഭവിക്കുന്നു, ആ പരിണാമത്തിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹിക മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് വീക്ഷിച്ച എവല്യൂഷനിസ്റ്റുകളാണ് കോംറ്റെ, സ്പെൻസർ, ഡർക്കെയിം ഒക്കെ. ഈ എവല്യൂഷനിസ്റ്റ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനെതിരെയുള്ള ചില ക്രിറ്റിസിസം കൂടി നമുക്ക് നോക്കാം. പ്രധാനമായും ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനെതിരെ ഉണ്ടായ ഒരു ക്രിറ്റിസിസം, ഇത് എത്നോസെൻട്രിസിസം അല്ലെങ്കിൽ വംശീയ കേന്ദ്രീകൃതമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏർലി എവല്യൂഷണറി തിയറിസ്റ്റുകൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വെസ്റ്റേൺ സൊസൈറ്റീസിനെ കുറിച്ച്, അതിന്റെ അവരുടെ ഒരു പരിണാമങ്ങളെ കുറിച്ചൊക്കെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഒരു വംശീയ കേന്ദ്രീകരണം നമുക്കിവിടെ ഈ എവല്യൂഷണറി തിയറിസ്റ്റുകൾക്കിടെ കാണാൻ കഴിയും. സോ അതൊരു ക്രിറ്റിസിസം ആയിട്ട് പറയുന്നുണ്ട്. മറ്റൊന്ന് ഡിറ്റർമിനിസം. അതായത് മെയിൻലി ഈ എവല്യൂഷനിസ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യന്റെ പ്രാധാന്യം നൽകുന്നത് അനിവാര്യതയ്ക്കാണ് ഇവർ കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത്. അതായത് ഹ്യൂമൻ ഏജൻസിക്കോ കൾച്ചറൽ ഡൈവേഴ്സിറ്റിക്കൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതാണ് മറ്റൊരു ക്രിറ്റിസിസം. ആൻഡ് മറ്റൊന്ന് ഓവർ സിംപ്ലിഫിക്കേഷൻസ്. അതായത് എല്ലാ സൊസൈറ്റിയും വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ, ഒരേ ലളിതമായിട്ടുള്ള രീതിയിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലേക്ക് പരിണമിക്കുന്നു. ഒരേ പാതയിലൂടെയാണ് എല്ലാ സൊസൈറ്റിയും എന്ത് ചെയ്യുന്നത്, പരിണമിക്കുന്നത് എന്നുള്ള തരത്തിലാണ് ഈ ഒരു എവല്യൂഷനിസ്റ്റുകൾ പറയുന്നത്, അല്ലെങ്കിൽ ഈ എവല്യൂഷനിസ്റ്റ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിൽ വീക്ഷിക്കുന്നത്. സോ അതും അങ്ങനെ ഒരു ഓവർ സിംപ്ലിഫിക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. അതും മറ്റൊരു ക്രിറ്റിസിസമായിട്ട് പറയുന്നുണ്ട്. മറ്റൊരു തിയററ്റിക്കൽ അസംഷൻ ആണ് സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു തിയററ്റിക്കൽ അസംഷൻ ആണ് സൈക്ലിക്കൽ തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അതായത് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ വീക്ഷിക്കുന്നത് ഇപ്പൊ ഒരു
നാച്ചുറൽ ഫിനോമിനെ പോലെ പ്രകൃതി പ്രതിഭാസങ്ങളെ പോലെ തന്നെ നാഗരികതകളും അതുപോലെ തന്നെ സമൂഹങ്ങളും ഉയർച്ച, അവരുടെ ഒരു എന്താണ് ഒരു മെച്യൂരിറ്റി, അതുപോലെ തന്നെ ആ സൊസൈറ്റികളുടെ ഒരു തകർച്ച ആൻഡ് റീജനറേഷൻ, സൊസൈറ്റികളുടെ പുനരുജ്ജീവനം എന്നിവയുടെ ആവർത്തിച്ചിട്ടുള്ള, അതായത് സൊസൈറ്റിയുടെ ഒരു റൈസ്, മെച്യൂരിറ്റി, ഡിക്ലൈൻ ആൻഡ് റീജനറേഷൻ ഇതുപോലുള്ള കാര്യങ്ങളുടെ ഒരു ആവർത്തിച്ചിട്ടുള്ള ഒരു എന്താണ് ഒരു ചക്രങ്ങളിലൂടെയാണ് എപ്പോഴും സൊസൈറ്റിയുടെ ഒരു മാറ്റം ഇങ്ങനെ കടന്നു പോകുന്നത് എന്നാണ് സൈക്ലിക്കൽ തിയറിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്, സൊസൈറ്റിയുടെ മാറ്റത്തെ കുറിച്ച് വീക്ഷിക്കുന്നത്. അപ്പൊ ഈ ഒരു തിയറിയിൽ മെയിൻലി ഇവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ എവല്യൂഷനിസ്റ്റുകൾ പറയുന്ന പോലെ സമൂഹത്തിന്റെ മാറ്റങ്ങളുടെ രേഖീയ പുരോഗതിയേക്കാൾ കൂടുതൽ ആവർത്തിച്ചുള്ളതും സമൂഹത്തിന്റെ താളാത്മകവുമായിട്ടുള്ള സ്വഭാവത്തെയാണ് മെയിൻലി ഈ സൈക്ലിക്കൽ തിയറിസ്റ്റുകൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സൈക്ലിക്കൽ തിയറിസ്റ്റ് possess that civilizations and societies go through recurring cycles of rise, maturity, decline and regeneration, much like natural phenomena. This theory underscores the repetitive and rhythmic nature of social change rather than linear advancement. സൈക്ലിക്കൽ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ ആരൊക്കെ എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ഓസ്വാൾഡ് സ്പെൻഗ്ലർ, വിൽഫ്രെഡോ പാരറ്റോ, അതുപോലെ തന്നെ സൊറോക്കി. അപ്പൊ ഇവര് മൂന്നുപേരുമാണ് ഈ സൈക്ലിക്കൽ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്, സാമൂഹ്യ മാറ്റത്തിന്റെ സൈക്ലിക്കൽ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ. അപ്പൊ ഓസ്വാൾഡ് സ്പെൻഗ്ലറുടെ അഭിപ്രായത്തില് അദ്ദേഹം സൊസൈറ്റിയെ, സമൂഹങ്ങളെ ഒരു ജൈവപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ഓർഗാനിസം ആയിട്ടാണ് വീക്ഷിക്കുന്നത്. ഈ ബയോളജിക്കൽ അല്ലെങ്കിൽ ജൈവപരമായിട്ടുള്ള ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് എമോജ് ചെയ്യും ആദ്യം, പിന്നെ അത് ഫ്ലറിഷ് ചെയ്യും, കുറച്ചുകൂടി വളരുന്നു, പിന്നെ അത് ഡിക്കേയിങ് സംഭവിക്കുന്നു, ഡൈയിങ് സംഭവിക്കുന്നു. അതുപോലെ സൊസൈറ്റിയും എമോജ് ചെയ്യുന്നു, ഫ്ലറിഷ് ചെയ്യുന്നു, ഡിക്കേയിങ് സംഭവിക്കുന്നു, അതിന്റെ അവസാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഡൈയിങ്ങിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ള തരത്തില് സൊസൈറ്റിയെ ഒരു ബയോളജിക്കൽ ഓർഗാനിസവുമായിട്ട് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുകയാണ് ഓസ്വാൾഡ് സ്പെൻഗ്ലർ പറയുന്നത്. ഇങ്ങനെ ഇതൊരു ചാക്രികമായിട്ട് സൈക്ലിക്കലി ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സൊസൈറ്റി എമർജ് ചെയ്യും, ഫ്ലറിഷ് ചെയ്യും, ഡിക്കേയിങ് ചെയ്യും, ഡൈയിങ് ചെയ്യും, വീണ്ടും സൊസൈറ്റിയിൽ എമർജൻസി ഉണ്ടാകും, ഫ്ലറിഷ് ചെയ്യും. ഇങ്ങനെ ഒരു ചാക്രികമായിട്ട് സൊസൈറ്റിയിൽ ഇങ്ങനെ സാമൂഹ്യ മാറ്റം ഇങ്ങനെ ഉടലെടുക്കുന്നു എന്നാണ് ഓസ്വാൾഡ് സ്പെൻഗ്ലർ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് ദ ഡിക്ലൈൻ ഓഫ് ദ വെസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു വർക്കിലൂടെ അദ്ദേഹം പറയുന്നത് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് പറയുന്നത് മറ്റ് സമൂഹങ്ങളെ പോലെ തന്നെ ഒരു ഡിക്ലൈനിലേക്ക് അല്ലെങ്കിൽ ഒരു തകർച്ചയിലേക്ക് നീങ്ങുന്ന ഒരു സിവിലൈസേഷൻ ആണ് വെസ്റ്റേൺ സിവിലൈസേഷൻ. അതിനുശേഷം പിന്നും ആ ഒരു സമൂഹം, ആ ഒരു വെസ്റ്റേൺ സൊസൈറ്റിയുടെ ഒരു സമൂഹത്തിൽ വീണ്ടും ഒരു എമർജിങ്, ഫ്ലറിഷിങ്ങും, ഡിക്കേയും, ഡേയും ഒക്കെ വീണ്ടും സംഭവിക്കും. ഇങ്ങനെ ചാക്രികമായിട്ട് സമയമായിട്ട് ഇങ്ങനെ സംഭവിക്കും എന്നുള്ള തരത്തിലാണ് ആര് പറയുന്നത്, ഓസ്വാൾഡ് സ്പെൻഗ്ലർ പറയുന്നത്. മറ്റൊരു സൈക്ലിക്കൽ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിസ്റ്റ് ആണ് വിൽഫ്രെഡോ പാരറ്റോ. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് സർക്കുലേഷൻ ഓഫ് എലൈറ്റ് തിയറി. അതായത് ഹി ഡെവലപ്ഡ് ദ സർക്കുലേഷൻ ഓഫ് എലൈറ്റ് തിയറി. അതായത് സർക്കുലേഷൻ ഓഫ് എലൈറ്റ് തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് വിൽഫ്രെഡോ പാരറ്റോ. ഈ ഒരു കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് ഇവിടെ റൂളിംഗ് ക്ലാസ്സുകാർ എപ്പോഴും എന്ത് ചെയ്യും, ഒരു എലൈറ്റ് ഗ്രൂപ്പുകൾ എപ്പോഴും സൊസൈറ്റിയെ ഇങ്ങനെ എന്ത് ചെയ്യും, ഭരണവർഗങ്ങൾ എപ്പോഴും സൊസൈറ്റിയെ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഈ ഭരണവർഗങ്ങൾ എന്ന് പറയുന്നത് ഓരോ സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹങ്ങളിൽ ഇങ്ങനെ ആ ഒരു എലൈറ്റ് ഗ്രൂപ്പുകൾ ഇങ്ങനെ ഈ ഭരണവർഗത്തെ എന്ത് ചെയ്യും, മാറ്റി സ്ഥാപിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, എലൈറ്റ് ഗ്രൂപ്പുകൾ എപ്പോഴും ആ ഭരണവർഗമായിട്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു പവർ ഷിഫ്റ്റ് എപ്പോഴും സൊസൈറ്റിയിൽ ഉണ്ടാകും. അങ്ങനെ ഒരു എലൈറ്റ് ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ ഭരണവർഗങ്ങളുടെ ഒരു ഡോമിനേഷനെ കുറിച്ച് കൂടി പറയുന്ന ഒരു തിയറി ആയിരുന്നു ഇതിന്റെ സർക്കുലേഷൻ ഓഫ് എലൈറ്റ് തിയറി. അപ്പൊ സൊസൈറ്റിയിൽ ഇങ്ങനെ മാറ്റങ്ങൾ, നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ സമൂഹങ്ങൾ ഇങ്ങനെ മാറി മാറി വരുമ്പോഴത്തേക്കും സമൂഹങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴേക്കും സമൂഹങ്ങളിൽ ഈ ഭരണവർഗങ്ങൾ എന്ന് പറയുന്ന എലൈറ്റ് ഗ്രൂപ്പുകളിൽ എപ്പോഴും ഇങ്ങനെ ഒരു ന്യൂ എലൈറ്റ്സുകൾ എപ്പോഴും ആ ഭരണവർഗത്തിന്റെ ആ ഒരു പൊസിഷനിലേക്ക് ന്യൂ എലൈറ്റ്സുകൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. സൊസൈറ്റി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴേക്കും അവർ എലൈറ്റ് ഗ്രൂപ്പുകൾ, ഭരണവർഗങ്ങളുടെ തലങ്ങളിലേക്ക് ന്യൂ എലൈറ്റ്സുകൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പവർ ഷിഫ്റ്റിങ്ങിന് സംഭവിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് എലൈറ്റ് തിയറിയിലൂടെ വിൽഫ്രെഡോ പാരറ്റോ പറയുന്നത്. മറ്റൊരു വ്യക്തിയാണ് പിട്രിൻ സൊറോക്കിൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം കൾച്ചറൽ ഡൈനാമിക്സിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ഓഫ് കൾച്ചറൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ആ ഒരു കൾച്ചറൽ ഡൈനാമിക്സിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൾച്ചറിനെ മൂന്നായിട്ട് വേർതിരിക്കുന്നുണ്ട്: ഐഡിയേഷണൽ, സെൻസേറ്റ്, ഐഡിയലിസ്റ്റിക്.
അപ്പൊ ഐഡിയേഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോക്കസ് ഓൺ സ്പിരിച്വൽ ആൻഡ് റിലീജിയസ് വാല്യൂസ്. അപ്പോൾ ഐഡിയേഷൻ എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഡൈനാമിക്സിൽ ഒരു ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ അധികം ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയവും മതപരവുമായിട്ടുള്ള മൂല്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കൾച്ചറൽ ആസ്പെക്ട് ആണ് ഐഡിയേഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാല്. മറ്റൊന്ന് സെൻസേറ്റ് മീൻസ് റൂട്ടഡ് ഇൻ മെറ്റീരിയലിസം ആൻഡ് എംപിരിക്കൽ എക്സ്പീരിയൻസ്. അതായത് ഭൗതികവാദത്തിലും അനുഭവവാദങ്ങളിലും ഒക്കെ വേരൂന്നിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു, ഒരു കൾച്ചറൽ ഡൈനാമിക്സ് ആയിരുന്നു സെൻസേറ്റ്. മറ്റൊന്ന് ഐഡിയലിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശവാദം, ആശയപരവും വിവേകപൂർവ്വമായിട്ടുള്ള ആശയങ്ങളുടെ സമന്വയമാണ് ഈ ഒരു കൾച്ചറൽ ഡൈനാമിക് സ്റ്റേജിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എ സിന്തസിസ് ഓഫ് ഐഡിയേഷൻ ആൻഡ് സെൻസേറ്റ്. അപ്പൊ ഇത്തരത്തിലൊരു കൾച്ചറൽ ഡൈനാമിക്സ് സാംസ്കാരികമായിട്ടുള്ള ഒരു ചലനാത്മകത സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഡൈനാമിക്സ് ഇങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ കൾച്ചറൽ ഡൈനാമിക്സിലൂടെ സാമൂഹിക മാറ്റം സംഭവിക്കുന്നു എന്നുള്ള തരത്തിലാണ് Petrin Sorokin വീക്ഷിക്കുന്നത് സാമൂഹിക മാറ്റത്തെ കുറിച്ച്. Sorokin believed these cultural types alterates over time in cyclical pattern. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു കൾച്ചറൽ ഡൈനാമിക്സ്, ഈ ഒരു സാംസ്കാരിക തരങ്ങൾ എന്ന് പറയുന്നത് കാലക്രമേണ ഒരു സൈക്ലിക്കൽ പാറ്റേണിലൂടെ മാറി മാറി വരുന്നു. ഈ ഒരു കൾച്ചറൽ ഡൈനാമിക്സ് കാലക്രമേണ എന്താണ്, ഒരു സൈക്ലിക്കൽ പാറ്റേണിലൂടെ സൊസൈറ്റിയിൽ ഇങ്ങനെ മാറി മാറി വരുന്നു എന്നാണ് സൊറോക്കിൻ വീക്ഷിക്കുന്നത്. അപ്പോൾ സൈക്ലിക്കൽ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിങ്കേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓസ്വാൾഡ് സ്പെംഗ്ലർ ഉണ്ട്, വിൽഫ്രഡ് ഓഫ് പാരറ്റോ ഉണ്ട്, പെട്രിൻ സൊറോക്കിൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു സൈക്ലിക്കൽ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ പ്രധാനപ്പെട്ട മെറിറ്റും ലിമിറ്റേഷൻസും അതിനെതിരെ ഉണ്ടായ ക്രിട്ടിക്സും ഒക്കെയാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. മെറിറ്റ് അഥവാ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംഫസിസ് ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി ആൻഡ് ഹെൽപ്പ് എക്സ്പ്ലെയിൻ ദ ഡിക്ലൈൻ ഓഫ് എംപയർസ്. അതായത് ഈ ഒരു സൈക്ലിക്കൽ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രപരമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ തുടർച്ചയെ ഊന്നി പറയുകയും അതുപോലെ തന്നെ ഓരോ സൊസൈറ്റിയിലുമുള്ള എംപയേഴ്സ് അഥവാ സാമ്രാജ്യങ്ങളിലെ പതനത്തെ വിശദീകരിക്കാൻ സഹായിക്കുകയും ചെയ്ത ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ് സൈക്ലിക്കൽ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓഫൺ ഫെർട്ടിലിസ്റ്റിക്. അതായത് പലപ്പോഴും വിധിവിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അസ്യൂംസ് ഇൻഎവിറ്റബിൾ ഡിക്ലൈൻ വിത്തൗട്ട് കൺസിഡറിംഗ് റിഫോം ഓർ റിന്യൂ. അതായത് ഒരു പരിഷ്കരണത്തെയോ അല്ലെങ്കിൽ റിന്യൂവലിനെയോ പരിഗണിക്കാതെ തന്നെ അനിവാര്യമായ തകർച്ചയെയാണ് കൂടുതലും, അല്ലെങ്കിൽ ആ ഒരു ഒരു ഡിക്ലൈനെയാണ് കൂടുതലും ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഫോക്കസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ലിമിറ്റേഷൻസ് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനെതിരെയുള്ള ക്രിട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് പ്രഡിക്റ്റീവ് പവർ ആൻഡ് വാഗ് അബൌട്ട് മെക്കാനിസംസ് ഓഫ് ചേഞ്ച്. അതായത് പ്രവചനശേഷി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രഡിക്റ്റീവ് പവർ ഇല്ലാത്ത ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആയിരുന്നു ഇത്. അതുപോലെ തന്നെ മാറ്റത്തിന്റെ സംവിധാനങ്ങളെ കുറിച്ച് അവ്യക്തമായിട്ടാണ്, അല്ലെങ്കിൽ വ്യക്തമായിട്ടൊന്നും ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിൽ പറയുന്നില്ല എന്നുള്ള തരത്തിലും എന്താണ് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട്. സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ അടിസ്ഥാനത്തിൽ 20ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ അതിന്റെ ഒരു മധ്യകാലഘട്ടം വരെ വികസിച്ചു വന്ന ഘടനാപരമായിട്ടുള്ള പ്രവർത്തനവാദ സമീപനം അഥവാ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് സമൂഹത്തെ സ്ഥിരതയും ക്രമവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സമൂഹത്തിലെ നിരവധി പാർട്സുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സങ്കീർണ സംവിധാനമായിട്ടാണ് സൊസൈറ്റിയെ ഈ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സുകൾ വീക്ഷിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു പെർസ്പെക്റ്റീവിന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയിലെ ഈ ഒരു മാതൃകയിലുള്ള മാറ്റം പലപ്പോഴും സൊസൈറ്റിയുടെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് പലപ്പോഴും ക്രമേണയും പൊരുത്തപ്പെടുത്താവുന്നതും അതുപോലെ സംയോജിതവുമായിട്ടുള്ള രീതിയിലാണ് സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നത് എന്നാണ് ഈ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് വീക്ഷിക്കുന്നത്. അപ്പോൾ ഡെവലപ്ഡ് ഡ്യൂറിംഗ് mid 20th century, the structural functionalist approach sees society as a complex system whose parts work together to promote stability and order. ചേഞ്ച്, അതായത് സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നത് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ അടിസ്ഥാനത്തിൽ വീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നത് ഗ്രാജുവൽ ആണ്, അഡാപ്റ്റീവ് ആയിട്ടാണ്, ഇന്റഗ്രേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ പ്രധാനപ്പെട്ട വക്താക്കളെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എമേൽ ഡർക്കീം നമ്മള് എവല്യൂഷനിസ്റ്റ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് സോളാറിറ്റിയെ കുറിച്ച് നമ്മൾ പറയും. ബേസിക്കലി എമേൽ ഡർക്കീം ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ സോഷ്യോളജിയിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മെയിൻലി ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സൊസൈറ്റി എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിലൊരു
ഇവല്യൂഷൻ എന്ന് പറയുന്ന മെയിൻലി സൊസൈറ്റിയുടെ ഒരു സൊസൈറ്റൽ സോളിഡാരിറ്റിയിലൂടെയും മെക്കാനിക്കൽ ഓർഗാനിക് തരത്തിലേക്കുള്ള സോഷ്യൽ സോളിഡാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ സൊസൈറ്റൽ എവല്യൂഷൻ സംഭവിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് എവല്യൂഷനിസ്റ്റ് കോൺസെപ്റ്റിനകത്ത് എന്ന് പറയും. അതിലൂടെയും അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനത്തിലൂടെയൊക്കെയാണ് ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുന്നത് എന്നാണ് എം.ഐ. ഡർക്കെയിം പറയുന്നത്. മറ്റൊരു സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് ആണ് ടാൽകോട്ട് പാസൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് അപ്രോച്ചിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് സൊസൈറ്റിയിൽ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് 4 പ്രധാനപ്പെട്ട സിസ്റ്റത്തിന്റെ ഫങ്ഷനിങ്ങിലൂടെയാണ്. ആ 4 പ്രധാനപ്പെട്ട സിസ്റ്റം ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാപ്റ്റേഷൻ, ഗോൾ അറ്റൈൻമെന്റ്, ഇന്റഗ്രേഷൻ ആൻഡ് ലാറ്റൻസി. ഈ 4 സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തി, ആ സിസ്റ്റത്തിന്റെ ഫങ്ഷനിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ആ ഫങ്ഷനിങ്ങിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് സൊസൈറ്റിയിൽ ഒരു എക്വിലിബ്രിയം, ഒരു സന്തുലിതാവസ്ഥ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നതെന്നാണ് ടാൽകോട്ട് പാസൻ പറയുന്നത്. മറ്റൊരു സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് ആണ് റോബർട്ട് മെർട്ടൺ. റോബർട്ട് മെർട്ടന്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ഡിസ്ഫങ്ഷൻ. അപ്പൊ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ, അതായത് പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വൈകല്യങ്ങൾ, ഡിസ്ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ഇത് സൊസൈറ്റിയുടെ അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള കോൺസിക്വൻസസിലേക്ക് നയിക്കുകയും ഇത് സാമൂഹ്യ മാറ്റത്തെ അഫക്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് റോബർട്ട് മെർട്ടൺ പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ ആരൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എം.ഐ. ഡർക്കെയിം ഉണ്ട്, ടാൽകോട്ട് പാസൻ ഉണ്ട്, റോബർട്ട് മെർട്ടൺ ഉണ്ട്. ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ അടിസ്ഥാനത്തിൽ ഈ വക്താക്കളൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സൊസൈറ്റിയുടെ ഒരു അല്ലെങ്കിൽ ഫങ്ഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്ന മെക്കാനിസംസ്, അതായത് ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, അഡ്ജസ്റ്റ്മെന്റ് ടു എക്സ്റ്റേണൽ ചേഞ്ചസ്, ഈ ഒരു മെക്കാനിസത്തിലൂടെയാണ് സൊസൈറ്റിയുടെ ഫങ്ഷനിൽ മാറ്റം ഉണ്ടാകുന്നത് എന്നാണ് ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത്. ഇപ്പൊ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ എമർജൻസി ഓഫ് സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂള്, ഹോസ്പിറ്റൽസ്, അപ്പൊ ഇതിലൊക്കെ ആ ഒരു പ്രത്യേക സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാകും, പ്രത്യേക സ്ഥാപനങ്ങൾ ഉദയം ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിഫറൻസിയേഷൻ. അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ, ന്യൂ സ്ട്രക്ചേഴ്സ് ആർ ഇന്റഗ്രേറ്റഡ് ഇൻ ദ സോഷ്യൽ സിസ്റ്റം ടു റീസ്റ്റോർ ബാലൻസ്, അതായത് സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന്, സൊസൈറ്റിയുടെ ഒരു ഇക്വിലിബ്രിയം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് പുതിയ ഘടകങ്ങളെ അല്ലെങ്കിൽ ഘടനകളെ സാമൂഹ്യ വ്യവസ്ഥയിൽ സംയോജിപ്പിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇന്റഗ്രേഷനിലൂടെയും ഒരു സമൂഹത്തിന്റെ മാറ്റം സാധ്യമാകുന്നു. ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ടു എക്സ്റ്റേണൽ ചേഞ്ചസ്, അതായത് വാർ, ക്ലൈമറ്റ്, അതുപോലെ എക്കണോമിക് ഷിഫ്റ്റ്സ്, ഇതുപോലുള്ള എക്സ്റ്റേണൽ അല്ലെങ്കിൽ കാര്യങ്ങളുമായിട്ട് ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഇതിലൂടെയൊക്കെയാണ് സൊസൈറ്റിയുടെ മാറ്റം സംഭവിക്കുന്നതെന്നാണ് ആര് പറയുന്നത്, സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ വീക്ഷിക്കുന്നത്. അപ്പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എങ്ങനെയാണ് ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അതിന്റെ മെക്കാനിസം എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, അഡ്ജസ്റ്റ്മെന്റ്, എക്സ്റ്റേണൽ ചേഞ്ചസ് എന്നാണ് ആര് വീക്ഷിക്കുന്നത്, ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ വീക്ഷിക്കും. അപ്പൊ ഈ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്ടീവ്സിനെതിരെയുള്ള ക്രിറ്റിസിസം എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. കൺസർവേറ്റിസം, അതായത് യാഥാസ്ഥിതികത. മെയിൻലി ഈ ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്ടീവ്സ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ നിലവിലെ സ്ഥിതി നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. സൊസൈറ്റിയിലുള്ള മാറ്റങ്ങളെ, റാഡിക്കൽ ചേഞ്ചസിനെ എന്ത് ചെയ്യുന്നു, ഈ തിയറിറ്റിക്കൽ പെർസ്പെക്ടീവിസ്റ്റുകൾ ഡിസ്മിസ് ചെയ്യുന്നു. അത് ഒരു ക്രിറ്റിസിസമായിട്ട് പറയുന്നുണ്ട്. മറ്റൊന്ന് നെഗ്ലക്ട് ഓഫ് കോൺഫ്ലിക്റ്റ്, അതായത് സൊസൈറ്റിയിലുള്ള സംഘർഷങ്ങളെ ഈ ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്ടീവ്സ് അവഗണിക്കുന്നു. അത് മറ്റൊരു ക്രിറ്റിസിസം. മറ്റൊരു അടുത്ത ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഓവർ എംഫസിസ് ഓൺ സ്റ്റെബിലിറ്റി, അതായത് സൊസൈറ്റിയുടെ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരതയ്ക്കാണ് ഈ ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്ടീവിസ്റ്റുകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതും ഒരു ക്രിറ്റിസിസം ആയിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്ടീവ്സിനെതിരെയുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. കൺസർവേറ്റിസം, നെഗ്ലക്ട് ഓൺ കോൺഫ്ലിക്റ്റ്, ഓവർ എംഫസിസ് ഓൺ സ്റ്റെബിലിറ്റി, ഇത്രയുമാണ് പ്രധാനപ്പെട്ട ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു തിയറിറ്റിക്കൽ പെർസ്പെക്ടീവ് ആണ് കോൺഫ്ലിക്ട് പെർസ്പെക്ടീവ്. നമുക്കറിയാം കോൺഫ്ലിക്ട് പെർസ്പെക്ടീവ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലോടി വരുന്ന കാൾ മാർക്സ് ആണ്, അല്ലെ? അപ്പോ കാൾ മാർക്സിന്റെ ഈ ഒരു ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെയാണ് ഈ ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്ടീവ്, കോൺഫ്ലിക്ട് പെർസ്പെക്ടീവ് മേലിൽ നിലനിൽക്കുന്നത്. അപ്പൊ വർഗ സമരമാണ്, രണ്ട് ക്ലാസുകൾ തമ്മിലുള്ള ഒരു സമരമാണ്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആണ് ചരിത്രപരവും സാമൂഹികവുമായിട്ടുള്ള പരിവർത്തനത്തിന്റെ എഞ്ചിൻ എന്ന തരത്തിൽ വാദിച്ചൊരു വ്യക്തിയാണ് കാൾ മാർക്സ്. അപ്പൊ കാൾ മാർക്സിന്റെ ഈ ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ അല്ലെങ്കിൽ ഡയലക്ടിക്കൽ മെറ്റീരിയലിസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് സിദ്ധാന്തം എന്ത് ചെയ്തിരിക്കുന്നത്, നിലനിൽക്കുന്നത്. അപ്പോ മാറ്റത്തെ സുഗമമായിട്ടുള്ള സോഷ്യൽ ചേഞ്ചിനെ സുഗമമായ ഒരു പൊരുത്തപ്പെടലിലൂടെ അല്ല മാറ്റം സംഭവിക്കുന്നത്, മറിച്ച് പരസ്പരം മത്സരിക്കുന്ന ഗ്രൂപ്പുകൾ തമ്മിലുള്ള പിരിമുറുക്കങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഫലമായിട്ടാണ് സാമൂഹിക മാറ്റം സംഭവിക്കുന്നത് എന്നാണ് കാൾ മാർക്സ് തന്റെ ഈ ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെയൊക്കെ ആ ഒരു കോൺഫ്ലിക്റ്റ് പെർസ്പെക്ടീവ്സിലൂടെയൊക്കെ മുന്നോട്ട് വയ്ക്കും.
ഓക്കെ, അപ്പൊ ഈ ഒരു പെർസ്പെക്റ്റീവിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. The conflict theory is anchored in Karl Marx's dialectical materialism, which poses that class struggle is the engine of historical and social transformation. It views change not as smooth adaptation, but as the result of tensions, contradictions, and struggles between conflicting groups. ഒരു കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിന്റെ പ്രധാനപ്പെട്ട സെൻട്രൽ ഐഡിയാസ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, കോൺട്രഡിക്ഷൻ ഇൻ ദ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. എക്സാമ്പിൾ, ക്യാപിറ്റലിസം, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബേഴ്സ് ലീഡ് ടു റെവല്യൂഷണറി ചേഞ്ച്. അപ്പോൾ ഈ കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ്സിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്, കേന്ദ്ര ആശയങ്ങൾ എന്ന് പറയുന്നത് കോൺട്രഡിക്ഷൻ ഇൻ ദ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന രീതിയിലെ വൈരുദ്ധ്യങ്ങൾ ഈ കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിന്റെ പ്രധാനപ്പെട്ട ഒരു കോർ ഐഡിയ. അതായത് മുതലാളിത്തവും അതുപോലെ തന്നെ അധ്വാനത്തെ ചൂഷണം ചെയ്യുന്ന ഈ മുതലാളിത്ത വർഗങ്ങൾ, ആ ഒരു ക്യാപിറ്റലിസ്റ്റ് ആശയങ്ങൾ, ഇതൊക്കെ റെവല്യൂഷണറി ചേഞ്ചിലേക്ക്, ഇതൊക്കെ വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഈ കോൺട്രഡിക്ഷൻ സെൻട്രൽ ഐഡിയയാണ് കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിന്റെ. മറ്റൊന്ന്, എവരി സ്റ്റാറ്റസ് ക്വോ കണ്ടെയ്ൻ ദ സീഡ്സ് ഓഫ് ഇറ്റ്സ് ഓൺ ഡിസ്ട്രക്ഷൻസ്. അതായത് ഏതൊരു നിലവിലെ അവസ്ഥയിലും അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു സീഡ്സ് ഓഫ് ഇറ്റ്സ് ഓൺ ഡിസ്ട്രക്ഷൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും എന്ന് പറയുന്നു. അതായത് മാറ്റങ്ങളുടെ ഒരു ഏതൊരു നിലവിലെ അവസ്ഥയിലും അതിൻ്റെതായിട്ടുള്ള നാശത്തിന്റെ ചില വിത്തുകൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് മറ്റൊരു കോർ ഐഡിയയാണ് ഈ ഒരു പെർസ്പെക്റ്റീവിന്റെ. But the change is abrupt, often revolutionary, and aimed at establishing new form of dominance or liberation. അപ്പോ മാറ്റം പെട്ടെന്നാണ് സംഭവിക്കുന്നത്. സാമൂഹ്യമാറ്റം പെട്ടെന്ന് സംഭവിക്കുന്നു. പലപ്പോഴും വിപ്ലവകരമായിട്ടുള്ള രീതിക്ക് പുതിയ രൂപത്തിലേക്കുള്ള ആധിപത്യമോ വിമോചനമോ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്നാണ് കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ്സിന്റെ ആ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ അടിസ്ഥാനത്തിൽ വീക്ഷിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ആശയം. അപ്പൊ ഇത്തരത്തില് കോൺഫ്ലിക്ട് ഡ്രിവൺ ചേഞ്ചിന്റെ അടിസ്ഥാനപ്പെടുത്തി സംഘർഷം മൂലമുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട് നമുക്ക്. അബോളിഷൻ ഓഫ് സ്ലേവറി ഇൻ യു എസ് എയിലെ സ്ലേവറി അബോളിഷൻ, അതൊക്കെ കോൺഫ്ലിക്ട് അല്ലെങ്കിൽ തർക്കങ്ങൾ മൂലം ഉണ്ടായ മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് ആൻഡ് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റുകൾ, ആന്റി കൊളോണിയൽ സ്ട്രഗിൾസ് അക്രോസ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക, ഇതെല്ലാം കോൺഫ്ലിക്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്തു വന്ന അല്ലെങ്കിൽ ഡ്രിവൺ ചെയ്തു വന്ന മാറ്റമാണ്. ഓക്കെ, സോ ഇതൊക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പൊ ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനെതിരെയുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമിതമായിട്ട് മെയിൻലി ഇത് ഓവർലി പെസിമിസ്റ്റിക് ഓർ ഡിറ്റർമിനിസ്റ്റിക് ആണ്. അതായത് വളരെ ഡിറ്റർമിനിസ്റ്റിക്, നിർണായകമായിട്ടുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ടാണ് ഈ ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് മേലെ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ടെൻഡ് ടു റെഡ്യൂസ് ആൾ സോഷ്യൽ ഫിനോമിന ടു എക്കണോമിക് മോട്ടീവ്സ് ഓഫ് പവർ. അതുപോലെ തന്നെ എല്ലാ സാമൂഹിക പ്രതിഭാസങ്ങളെയും സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അധികാര പോരാട്ടങ്ങളിലേക്കോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചുരുക്കി നിർത്താനായിട്ട് ശ്രമിക്കുന്നു ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ അടിസ്ഥാനത്തിൽ. ആൻഡ് അണ്ടർ എസ്റ്റിമേറ്റ്സ് ദ റോൾ ഓഫ് കോൺസെൻസ് ആൻഡ് കൾച്ചറൽ കണ്ടിന്യൂറ്റി. കൾച്ചറൽ കണ്ടിന്യൂറ്റിയും അതുപോലെ തന്നെ കൺസെൻസിനെ, അതായത് സമവായത്തിന്റെയും സാംസ്കാരിക തുടർച്ചയെയും കുറച്ചു കാണിക്കുന്നു എന്നതാണ്, അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യിക്കുന്നു. സോ ഇതെല്ലാം ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനെതിരെയുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസമാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിന്റെ ഒരു താരതമ്യമാണ്. അപ്പോൾ നമ്മൾ എവല്യൂഷണറി തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്, സൈക്ലിക്കൽ ഫംഗ്ഷണലിസ്റ്റ്, സ്ട്രക്ചറൽ ഫംഗ്ഷണലിസ്റ്റ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്, കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ്, 4 തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് പഠിച്ചു. അതിന്റെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നോക്കുന്നത്. എവല്യൂഷണറി തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിന്റെ ഒരു വ്യൂ ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ലീനിയർ ആണ്, പ്രോഗ്രസീവ് ആണ് അല്ലെ. സൊസൈറ്റിയിൽ പ്രോഗ്രസീവ് ആയിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. മാറ്റം എന്ന് പറയുന്നത് എന്താ, സൈക്ലിക്കൽ ആണെങ്കിൽ അത് റിപ്പറ്റേറ്റീവ് ആൻഡ് റിതമെറ്റിക് ആണെന്ന് പറയുന്നു. അതായത് ചാക്രികമായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നു സാമൂഹ്യ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് സ്ട്രക്ചറൽ ഫംഗ്ഷണലിസ്റ്റുകളാണെങ്കിൽ അത് ഗ്രാജുവൽ ആയിട്ടാണ് സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നത്, ഇന്റഗ്രേറ്റീവ് ആയിട്ടാണ് സംഭവിക്കുന്നത്, സോഷ്യൽ ഇക്വിലിബ്രിയത്തിനൊക്കെ പ്രാധാന്യം. ആൻഡ് കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് അബ്രപ്റ്റ് ആണ്, റാഡിക്കൽ ആയിട്ടുള്ള മാറ്റമാണ്. ക്രമേണ മാറ്റം സംഭവിക്കുന്നതായിട്ടാണ് നമ്മൾ ഫംഗ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നതെങ്കിൽ, കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിസ്റ്റുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സോഷ്യൽ ചേഞ്ച് സംഭവിക്കുന്ന അബ്രപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റാഡിക്കൽ ആയിട്ടാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എവല്യൂഷണറി തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ കോംതെ, സ്പെൻസർ, ഡർക്കെയിം. സൈക്ലിക്കൽ ആണെങ്കിൽ സ്പെംഗ്ലർ, പാരഡോസ്. ഫംഗ്ഷണലിസ്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫംഗ്ഷണലിസ്റ്റ് ഡർക്കെയിം, പാസൻ, ബോണ്ട്. കോൺഫ്ലിക്ട് ആണെങ്കിൽ മാക്സ്, അതുപോലെ കാൾ മാക്സ്, അതുപോലെ തന്നെ ഏഞ്ചൽ, ഇവരൊക്കെയാണ് പ്രധാനമായിട്ട് ഉള്ള കോൺഫ്ലിക്ട് വക്താക്കൾ. അതുപോലെ നിയോ മാർക്സിസ്റ്റുകൾ ഈ കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ്സിലെ വക്താക്കളാണ്.
നിയോ മാർക്സിസ്റ്റ് അതായത് ഫെമിനിസ്റ്റ് ആശയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന തിയററ്റിക്കൽ അത്തരം ഒരു തിയററ്റിക്കൽ പെർസ്പെക്ടീവ്സ് ഒക്കെ മുന്നോട്ട് വെക്കുന്ന ചില മാർക്സിസ്റ്റുകൾ നിയോ മാർക്സിസ്റ്റുകളുണ്ട്. അവർ ഈ കോൺഫ്ലിക്റ്റ് പെർസ്പെക്ടീവ്സിന്റെ പ്രധാനപ്പെട്ട തിങ്കേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഒരു എവല്യൂഷണറി തിയററ്റിക്കൽ പെർസ്പെക്ടീവ്സിന്റെ പ്രധാനപ്പെട്ട മെക്കാനിസംസ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഗ്രാജുവൽ ഡിഫറൻസിയേഷൻ. സൈക്ലിക്കലാണെങ്കിൽ കൾച്ചറൽ സൈക്കിൾസ് ആണ്, അല്ലെങ്കിൽ ചാക്രികമായിട്ട് സംസ്ഥാനങ്ങളുടെയും ചാക്രികമായിട്ടുള്ള രീതിക്കാണ് സാധ്യമായിട്ട് സംഭവിക്കുന്നത്. കോൺഷ്യലിസ്റ്റ് ആണെങ്കിൽ സിസ്റ്റമാറ്റിക് അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നു. ആൻഡ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ആണെങ്കിൽ പവർ സ്ട്രഗിളിലൂടെയാണ് മാറ്റങ്ങൾ തുടക്കമെടുക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മെക്കാനിസം ഒരു മാറ്റം ഉണ്ടാകുന്ന വേണ്ടി അങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നത്. എവല്യൂഷണറി തിയറിസ്റ്റുകളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എംഫസിസ് ലോങ് ടേം ഡെവലപ്മെന്റ് ആണ്. എന്നാൽ സൈക്ലിക്കൽ ആണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡെപ്തിന് പ്രാധാന്യം. ഫങ്ഷണലിസ്റ്റുകളാണെങ്കിൽ സ്റ്റെബിലിറ്റി ആൻഡ് ഓർഡറിന് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം, സോഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് സോഷ്യൽ ഓർഡറിന് പ്രാധാന്യം കൊടുക്കും. കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ ഹൈലൈറ്റ്സ് ഇൻഇക്വാളിറ്റി, അല്ലെ, സൊസൈറ്റിയിൽ ഒരു ഇൻഇക്വാളിറ്റി ഉണ്ട്. ആ ഒരു ഇൻഇക്വാളിറ്റി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻഇക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് ക്ലാസ്സുകാരും തമ്മിൽ എപ്പോഴും അടിയാണ്, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഓക്കെ ഈക്വൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ അവിടെ കാണുന്നതാണ്. ആൻഡ് എവല്യൂഷണറി പെർസ്പെക്ടീവ്സിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് എത്രോസെൻട്രിക് ആണ്, അവിടെ ഡിറ്റർമിനിസ്റ്റിക്. സൈക്ലിക്കൽ ആണെങ്കിൽ ഫാറ്റലിസ്റ്റിക് ആണ് വേഗം. അതുപോലെ ഫങ്ഷണലിസ്റ്റ് ആണെങ്കിൽ എഗ്നോസ് കോൺഫ്ലിക്റ്റ് കൺസർവേറ്റീവ്സം. കോൺഫ്ലിക്റ്റ് തിയറിറ്റിക്കൽ പെർസ്പെക്ടീവ് ആണെങ്കിൽ റിഡക്ഷനിസ്റ്റ് ടു കോൺഫ്ലിക്റ്റ് ഓറിയന്റഡ് ആണ്. ഓക്കെ, മറ്റു കാര്യങ്ങളെ അവർ ഇഗ്നോർ ചെയ്യും. ഇതൊക്കെയാണ് പ്രധാനമായും തിയറിറ്റിക്കൽ പെർസ്പെക്ടീവ്സ്, അതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ, അതിന്റെ വക്താക്കൾ. ഇതിന്റെ ഒരു കറക്റ്റ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടേബിൾ ആണ്. കറക്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടേബിൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ച ശേഷം ഈ ടേബിൾ ഒന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും കാര്യം. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ ചേഞ്ച് എന്താണ്, അതിന്റെ ഡെഫിനിഷൻസ്, അതിന്റെ സവിശേഷതകൾ, സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന മറ്റു കോൺസെപ്റ്റുകൾ, സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട തിയറിറ്റിക്കൽ പെർസ്പെക്ടീവ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റു കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കൂടുതൽ നന്നായിട്ട് പഠിക്കാം. മറ്റൊരു സെക്ഷനിലെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.